നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം. ഇന്ന് 17 ജൂലൈ മാസം 2025. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഇനി വരും ദിവസങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്, പെൻഷൻകാരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അനധികൃതമായി വ്യക്തിഗത പെൻഷൻ വിവരങ്ങൾ ചോർത്തുന്നു. തട്ടിപ്പുകാർ പ്രായമായ പൗരന്മാരെ വിളിച്ച് വിശ്വാസം നേടുന്നതിനായി അവരുടെ പെൻഷൻ വിവരങ്ങൾ ചൊല്ലുകയും പിന്നീട് അവരെ വഞ്ചിച്ച് OTP വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പിന്നീട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്നു. പെൻഷൻകാരുടെ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് തട്ടിപ്പുകാരിൽ എത്തുന്നതെന്ന് സൈബർ ക്രൈം വിങ് അന്വേഷിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാർ പെൻഷനുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റായ ജീവൻ പ്രമാൺ പത്ര അപ്ഡേറ്റ് ചെയ്യാനെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടക്കുന്നത്. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർ ഇതിനകം തന്നെ സൈബർ പോലീസിൽ നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ പെൻഷൻകാരന്റെ നിയമന തീയതി, വിരമിക്കൽ തീയതി, പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ, ആധാർ നമ്പർ, സ്ഥിരവിലാസം, ഇമെയിൽ ID, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, പ്രതിമാസ പെൻഷൻ തുക, നോമിനി വിശദാംശങ്ങൾ തുടങ്ങിയ സെൻസിറ്റീവ് വിവരങ്ങൾ തട്ടിപ്പുകാർ ശേഖരിക്കുന്നു. തുടർന്ന് അവർ പെൻഷൻ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരായി വേഷമിടുകയും പെൻഷൻകാരനെ ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഇരയുമായി ഈ വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ഥിരീകരണ നടപടിയായി അവർ OTP ആവശ്യപ്പെടുന്നു. പങ്കിട്ട വിവരങ്ങൾ കൃത്യമാണെന്നതിനാൽ സംശയിക്കാത്ത പല പെൻഷൻകാരും OTP വെളിപ്പെടുത്തുകയും ഇത് തട്ടിപ്പുകാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. ജീവൻ പ്രമാൺ പത്ര അപ്ഡേറ്റ് ചെയ്യുന്നതിനായി സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തികളെ ഫോണിലൂടെയോ ഓൺലൈനിലൂടെയോ ബന്ധപ്പെടരുതെന്ന് പെൻഷൻകാരെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം കോളുകൾക്ക് ഇരയാകരുതെന്ന് പെൻഷൻ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈബർ ഓപ്പറേഷൻസ് ഡിവിഷൻസിന്റെ കണക്കനുസരിച്ച് ഓൺലൈൻ തട്ടിപ്പ് പരാതികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിദിനം 2000 മുതൽ 2500 വരെ ഫോൺ കോളുകൾ ലഭിക്കുന്നു. ഇതിൽ ഏകദേശം 125 കോളുകൾ ഔപചാരിക കേസ് രജിസ്ട്രേഷനുകളിലേക്ക് നയിക്കുന്നു. ഈ കേസുകളിൽ ഏകദേശം 90% 1 ലക്ഷം രൂപയിൽ താഴെ സാമ്പത്തിക നഷ്ടം വരുത്തുന്നവയാണ്. സംസ്ഥാനത്തുടനീളമുള്ള ഓൺലൈൻ തട്ടിപ്പുകാരിലൂടെ പ്രതിദിനം 1 കോടി രൂപ മുതൽ 1.5 കോടി രൂപ വരെ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. തട്ടിപ്പ് ഇരകൾ 1 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്താൽ മോഷ്ടിച്ച പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 1930 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി പരാതികൾ നൽകാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരുന്നു. കേരളത്തിൽ നാളികേര ഉൽപാദനം കൂപ്പുകുത്തിയ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില 1000 കടക്കുമെന്നാണ് ഇപ്പോൾ ആശങ്ക. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 180 രൂപയും തേങ്ങയ്ക്ക് 32 രൂപയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 500 മുതൽ 550 രൂപ വരെ എത്തിയിരിക്കുകയാണ്. തേങ്ങയ്ക്കാണെങ്കിൽ 80 രൂപ മുതൽ 90 രൂപ വരെ ആയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധാരണക്കാർ പാം ഓയിൽ പോലുള്ള ആരോഗ്യത്തിന് ഹാനികരമായ എണ്ണകൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിലക്കുറവിൽ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിൽ എത്തുകയും ചെയ്യും. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓണത്തിന് സംസ്ഥാന സർക്കാർ സബ്സിഡി വെളിച്ചെണ്ണ എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്, കേരളത്തിലെ പെൻഷൻ ലഭിക്കാനുള്ള തീയതിയെക്കുറിച്ചാണ് ഏവരും കാത്തിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ പെൻഷൻ ജൂലൈ 20-ന് ശേഷം തുടങ്ങാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. വിതരണം ആരംഭിച്ചതിന് ശേഷം പണം എത്തുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 മുതൽ 4 ദിവസം വരെ ആവും. 2025 ജൂൺ മാസം മാത്രം സർക്കാർ 825 കോടി അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മാസവും അത്രയും തുക ചിലവാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന സർക്കാർ ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസം അവസാനം 2 ഗഡുക്കളും ചേർന്ന് ഒരുമിച്ച് തരാനും സാധ്യതയുണ്ട്. അതായത് 3200 രൂപ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഓണത്തിന് ശേഷം ഒരു
പെൻഷൻ വർധനവിനും സാധ്യത കാണുന്നുണ്ട്. 1600-ൽ നിന്ന് 1700-ഓ 1800-ഓ ആവാനാണ് കൂടുതൽ സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പാണ്, കർഷകർക്ക് സന്തോഷമായി ഒരു അറിയിപ്പാണ്. രാജ്യത്തുടനീളമുള്ള 9.8 കോടിയിലധികം കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നതിനിടെ ജൂലൈ 18, അതായത് നാളെ, ബീഹാറിലെ മോത്തിഹാരിയിൽ നടക്കുന്ന ഒരു വലിയ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി അടുത്ത ഗഡുവിനായി, അതായത് 20ാം ഗഡുവിനായി 2000 രൂപ പ്രഖ്യാപിക്കുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.